ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി എന്താണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്തകൾ, അവരുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സ്നേഹം നിങ്ങളിലേക്ക് തന്ന് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന തരത്തിൽ ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിച്ചിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ അർഹിക്കുന്ന തരത്തിലൊരു സ്നേഹവുമായി കടന്നു വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് നമുക്കിവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ്. വളരെ സക്സസ് ആയിട്ടുള്ളൊരു കുടുംബജീവിതമാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു കുടുംബജീവിതം നയിക്കണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലൊരു 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ തന്നെ സോൾവ് ആകുന്നു. ഉടൻ തന്നെ ആക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ചിന്ത ഇങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതുവരെ നടന്നതെല്ലാം മറന്ന് പുതിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നല്ലൊരു സമയം ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എടുത്തു ചാടി ഒരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരണമെന്നല്ല ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വന്ന നിങ്ങളുടെ മനസ്സിന് ഏൽക്കേണ്ടി വന്ന ആ ഒരു മുറിവ് എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കാരണം നിങ്ങളെന്ന വ്യക്തി എത്രമാത്രം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതോർത്ത് അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേദനകൾ എല്ലാം തന്നെ മാറ്റണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അവരിൽ തന്നെ ഒരു ഉണർവ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അവരിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങളോട് നീതിക്ക് നിരക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്.
അവർ അങ്ങനെ ഒരു വലിയ തെറ്റ് നിങ്ങളോട് ചെയ്തു പോയി എന്നോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം ശുദ്ധീകരിക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ആ വ്യക്തിയിലും വേദന ഉണ്ടാക്കിയിരിക്കാം. ആ ഒരു സമയത്ത് അവർ തിരിച്ചും അത്തരത്തിൽ നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അതായത് നിങ്ങളോട് പറഞ്ഞു പോയതും ചെയ്തു പോയതുമായ തെറ്റുകളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതോർത്ത് അവർ പശ്ചാത്തപിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ മറ്റാർക്കും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കും അവർ ഇപ്പോൾ പരിഗണന കൊടുക്കുന്നില്ല. അത്തരത്തിൽ എല്ലാ രീതിയിലും ഒരു ക്ലാരിറ്റി അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിൽ ഈ വ്യക്തി നിങ്ങളെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് അവർ വളരെയധികം അട്രാക്റ്റ് ആവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം പോലും ആ ഒരു സമയത്ത് അവർ ഓർക്കാതെയാവാം നിങ്ങളെ വിട്ടു പോയിട്ടുള്ളത്. മറ്റേതെങ്കിലും കാര്യങ്ങൾ തേടി പോയിരിക്കുന്നതാവാം. എന്നാൽ അതെല്ലാം ഓർത്ത് ആ വ്യക്തി ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ വ്യക്തി ഒറ്റയടിക്ക് താഴെ ഇട്ടിട്ട് പോയതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറ ഉണ്ടായിരുന്ന ബന്ധമായിരുന്നു നിങ്ങളുടേത്, തീർച്ചയായിട്ടും. അപ്പോൾ അത് വീണ്ടും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പ്യുവറായിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ എത്താൻ പോകുന്നത്. എല്ലാ രീതിയിലും നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പൂർണ്ണമായിട്ടുള്ള ട്രാൻസ്ഫർമേഷനോട് കൂടി തന്നെ അതിലൂടെ കടന്നു പോയതിന് ശേഷം ഒരു സക്സസ് ആയിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പറഞ്ഞ പോലെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള നല്ലൊരു കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ളതൊന്നും മറ്റാരോടും തുറന്നു പറയാൻ പോലും പറ്റാതെ, അവരുടെ മനസ്സിലെ ഫീലിങ്സ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റാതെ ഒരു മുഖംമൂടി അണിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയാണ്. അവരുടെ റിയലായിട്ടുള്ള മൈൻഡ് എന്താണോ അത് അവർക്ക് പുറത്ത് കാണിക്കാനാകാതെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം, ഇഷ്ടം, അതൊന്നും അവർക്ക് ആരോടും പറയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഒരു വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വരണം എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ ആ ഒരു സാമീപ്യമെല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് അവരൊരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഇനി മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു എനർജിയിൽ കൂടിയാണ്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്ന് ഈ ബന്ധത്തിൽ തുടരണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.